ഏറ്റവും അപരാധ പടം. ഇതൊരു കോമഡി ഫിലിമായിട്ടേ തോന്നുന്നുള്ളൂ. നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഈ പറയുന്ന പോലത്തെ അത്ര നെഗറ്റീവ് ഒന്നും ഇല്ല. ഫാദ് മാത്രം ചെറുതായിട്ട് ഒരു കോമഡി പോലെ ആയിപ്പോയി. നല്ലൊരു കോമഡി പടം, കൊള്ളാം. ക്ലൈമാക്സ് എന്ത് പറയാണ്, ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു വരികയും. ഫസ്റ്റ് ഹാഫ് ചന്ദനക്കടത്തും സെക്കൻഡ് ഹാഫ് ചന്ദനമഴ. ഫസ്റ്റ് പുഷ്പാവസിന്റെ അത്ര പോരാ. കൊള്ളാം ബ്രോ, വേറെ ബോറൊന്നുമില്ല, കണ്ടിരിക്കാം, കൊള്ളാം. പടം കൊള്ളാം, ഒരു വട്ടം കാണാൻ നല്ല രസം തന്നെയാണ്. ഫാസ്റ്റ് കിടിലം. പുഷ്പ 1-നേക്കാളും 2 സൂപ്പർ കേട്ടാ കാണാൻ വേണ്ടി. ഫാമിലിയോട് ഒന്ന് കാണാൻ പറ്റും, നല്ല സിനിമയാണ്. പുഷ്പ 1-നേക്കാളും കൊള്ളാം. ആക്ഷനൊക്കെ സൂപ്പറാണ്, ഫൈറ്റിംഗ് പൊളിയാണത്. ഉള്ളായിരുന്നു. ആവറേജ് പടം. പൊളി പടം. നല്ല മൂവിയായിരുന്നു. അവിടുത്തെ അതിനകത്ത് സീക്വൻസസ് എല്ലാം നല്ലതായിരുന്നു, ഫൈറ്റിംഗ് സീക്വൻസസ് എല്ലാം നല്ലതായിരുന്നു. നല്ല പടം എന്ന് വെച്ചാൽ നല്ല പടമായിരുന്നു. സിനിമ സൂപ്പറായിരുന്നു. അല്ല നമുക്ക് നെഗറ്റീവ് ഒന്നും വിചാരിച്ചില്ല. അല്ലു അർജുൻ്റെ പടമൊക്കെ മിക്കവാറും മാസ് ഫിലിമാണ്. നല്ല മൂവിയായിരുന്നു, നല്ല പടമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. നന്നായിട്ടിരുന്നു. அல்லு அர்ஜுன் வேற லெவல் பெர்ஃபார்மன்ஸ். சாங்லாம் நல்லா இருக்கு, ஃபைட் சீக்வன்ஸ்லாம் வேற லெவலு. ஆமாம், செம்மையாக இருந்துச்சு, நல்லா என்ஜாய் பண்ணோம். 3 மணி நேரம் எப்படி போச்சுனே தெரியல, വേറെ ലെവൽ. പിന്നെ മൂന്നാമതൊരു ഭാഗം വരുന്നതായിട്ട് അവർ കാണിക്കുകയാണ്. കാരണം അവർക്ക് തന്നെ ഇതിലൊരു കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാമത് പാർട്ട് വരുന്നതായിട്ട് അതും കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊള്ളാം കേട്ടോ. മ്യൂസിക് ഒക്കെ നല്ലായിരുന്നു. ഫഹദ് വന്നപ്പോൾ തന്നെ തിയേറ്റർ അങ്ങോട്ട് ഇളവി, നൈസായിരുന്നു. ലൈക്ക് ആ ഒരു ഫഹദിൻ്റെ പോർഷൻ വാസ് കംപ്ലീറ്റ്ലി ത്രില്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ 1 കണ്ടു, രണ്ടാമത്തെ അകത്ത് വന്നപ്പോൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടെ തോന്നി. കൊള്ളാം, ഒരു കളർഫുൾ പടമാണത്. അതെ, സൂപ്പറാണ്. ആനയുടെ VFX ഒരു രക്ഷയില്ല. നെഗറ്റീവായിട്ട് ഒന്നുമില്ല, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നല്ല ആക്ഷൻ, സൂപ്പർ ആക്ഷൻ മൂവിയാണ്. കുഴപ്പമില്ല, ആവറേജ്. ട്രോളാൻ മാത്രമേ കുറവുള്ളൂ അധികവും. എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പല സീനും ക്രിഞ്ചായിട്ടും കോമഡി ആയിട്ടാണ്, അതും സീരിയസ് സീനാണ്. കുഴപ്പമില്ല, കൊള്ളാം. കൂതറ പടമൊന്നും അല്ല ബ്രോ, കാണാം, ഒരു തവണ കാണാം. പക്ഷേ മറ്റേ ദേവര ഫാത്വാസിലിന് കുറച്ചൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല, കൊള്ളാം. ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പുഷ്പ 1 ആണ് ഏറ്റവും നല്ലത്. ഇതൊരു കോമഡി ഫിലിമായിട്ടേ തോന്നുന്നുള്ളൂ. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ കൊള്ളാം, മൊത്തത്തിൽ കുഴപ്പമില്ല. പടം കൊള്ളാം, നല്ല പടമാണ്. പിന്നെ ഈ പറയുന്ന പോലത്തെ അത്ര നെഗറ്റീവ് ഒന്നും ഇല്ല, കൊള്ളാം, കണ്ടിരിക്കാം. നെഗറ്റീവായിരിക്കും എന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ പടം ബോറല്ല, നൈസാണ്. ഫാദ് മാത്രം ചെറുതായിട്ട് ഒരു കോമഡി പോലെ ആയിപ്പോയി. നല്ലൊരു കോമഡി പടം, കൊള്ളാം. ആക്ഷൻ കൊള്ളായിരുന്നു. ഫഹദ് ഫാസിലൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ലെങ്ത് ഇല്ല, എന്റർടൈനിങ് ആയിരുന്നു. 3.5 മണിക്കൂർ ഒന്നും പറയാനില്ല, ഇരുന്ന് ഉറങ്ങി. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല ബ്രോ, പിന്നെ 2.5 മണിക്കൂറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് വലിച്ചു നീട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, രാഗമായിരുന്നു. ലാസ്റ്റിലൊക്കെ ക്ലൈമാക്സ് എന്ത് പറയാണ്, ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു വരികയും. കോമഡിയായിരുന്നു. കുഴപ്പമില്ല, ഇല്ല കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം, സൂപ്പർ. ഇല്ല കുഴപ്പമില്ല, സൂപ്പർ. കൊള്ളാട്ടോ, സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ചന്ദനക്കടത്തും സെക്കൻഡ് ഹാഫ് ചന്ദനമഴ. സൂപ്പർ പടം, കിട്ടില്ല. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി നല്ല പടമാണ് സെക്കൻഡ് പാർട്ട്. ഒരു കോമഡി ഇല്ല, സൂപ്പർ പടം.